ഗൈസ് അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ നടയിലാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലൊന്ന് പോയി വന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഡിങ്കുവിൻ്റെ പിറന്നാൾ കഴിഞ്ഞല്ലോ, അന്ന് പോകണമെന്ന് വിചാരിച്ചതാണ്. അത് പറ്റാത്തതുകൊണ്ട് ഇന്നാണ് പോയത് കേട്ടോ. അപ്പോൾ അനിയത്തിയും കൂടെയുണ്ട്. ഞങ്ങളിതാ വേഗം ഓടിപ്പോവാണ്. നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞാലും പോരാ, നല്ല തിരക്ക്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇറങ്ങിയപ്പോൾ ഡിങ്കുവിനെ ഒന്ന് നിലത്തിറക്കി വിട്ടതാണ്. പിന്നെ മൂപ്പര തിരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒരേ ഓട്ടോ ആയിരുന്നു. പിന്നെ ഞങ്ങളിത് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ഫീലാണല്ലേ, നമുക്ക് ഒരു പ്രത്യേകതര എനർജിയാണ്. പക്ഷേ അപ്പുറത്തുള്ള കടകളിൽ മാത്രം പോകാൻ പറ്റില്ല, കാരണം എല്ലാത്തിനും ഒടുക്കത്തെ വിലയാണ് ഗൈസ്. പക്ഷേ അല്ലു വാശി പിടിച്ചതുകൊണ്ട് ഒരു കളിപ്പാട്ടം മാത്രം വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടമായിരുന്നു, കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കാലിയാവും ഗൈസ്. അത്ര വിലയുണ്ട് അവനാവശ്യമുള്ള സാധനങ്ങൾക്ക്. അപ്പം നമ്മളങ്ങനെ നേരെ അമ്മയ്ക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങി. അമ്മ മുല്ലപ്പൂ പ്രാന്തിയാണ് ഗൈസ്. അതൊക്കെ വാങ്ങി നമ്മൾ അവിടെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി. മസാല ദോശ കഴിക്കാനുള്ള മൂടില്ല, കാരണം പോകുമ്പോൾ വലുതായിട്ട് ഹൈ ആയിട്ട് ഇതിന് കഴിക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഒരു ചായയും വടയും അങ്ങോട്ട് കഴിച്ചു. അല്ലെങ്കിലും അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് വല്ലതും കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദല്ലേ. അങ്ങനെ നമ്മൾ നേരെ പോണ വഴി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഡിങ്കുവിൻ്റെ അവൻ്റെ ഒരു ബേബി സീറ്റിൽ സെറ്റാക്കി കേട്ടോ. പിന്നെ അവൻ അവിടെ ഇരുന്നോളും. അപ്പം നമ്മുടെ മെയിനായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. നമ്മളെന്താ ഓർഡർ ചെയ്തിട്ടുണ്ടാവുക, മന്തി. അത് വിട്ടൊരു കളിയില്ലല്ലോ. അങ്ങനെ അമ്മ മാത്രം വെജ് കഴിച്ചു. ഞങ്ങൾക്ക് പിന്നെ അമ്പലത്തിൽ പോയി വന്നാലും പോകുമ്പോഴല്ലല്ലോ വരുമ്പോഴല്ലേ കഴിക്കണത്, അതുകൊണ്ട് നമ്മൾ നോൺ വെജ് തന്നെ അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീട്ടിൽ കാണാം. ബൈ.